ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് RBIന്റെ ഒരു പോളിസി അനൗൺസ്മെന്റ് രാവിലെ ഉണ്ടായി, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ മനസ്സിലാക്കിയ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ദേ ആർ കീപ്പിംഗ് 5.25%. സോ അതുകൊണ്ട് മാർക്കറ്റ് കുറച്ച് ബുളിഷ് ആണെന്നാണ്. പക്ഷേ മാർക്കറ്റ് അത് ഇറ്റ് ഹാസ് ഓൾറെഡി ടേക്കൺ. മാർക്കറ്റിന് അറിയാമായിരുന്നു. അതിന് പ്രധാന ബെനിഫിഷ്യറീസ് എന്ന് വെച്ചാൽ ദോസ് പീപ്പിൾ ഹു ടുക്ക് ദ ലോൺ, EMI എടുത്ത കൂട്ടർക്ക്, കാർ ലോണ്, ഹൗസിംഗ് ലോൺസ്, ഇങ്ങനെയുള്ള മൊബൈൽ വാങ്ങാനുള്ള EMI എടുത്ത കൂട്ടർക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാത്തത് കൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരുന്നുണ്ടെങ്കിൽ അവർ ദേ ഹാവ് ടു പേ മോർ. പക്ഷേ ഇതിലെ കവിയാറ്റ് ഞാൻ പറയുന്ന വെച്ചാൽ അയാൾ രണ്ട് മൂന്ന് കൺസേൺസ് ഗവർണർ പറഞ്ഞെന്ന് വെച്ചാൽ ബേസിക്കലി ഈസ് വെരി കോഷ്യസ് ആൻഡ് ബിയറിഷ് ഔട്ട്ലുക്ക്. കാരണം പുള്ളി പറയുന്ന വെച്ചാൽ കോർപ്പറേറ്റ് ഏർണിംഗ് ഗ്രോത്ത്, ഹെവി ഇൻഡസ്ട്രിയൽസിൻ്റെ കൺസപ്ഷൻ സെക്ടേഴ്സിലൊക്കെ ദേ ഫേസ് എ ലോട്ട് ഓഫ് മാർജിൻ പ്രഷർ. അതുകൊണ്ട് കൺസപ്ഷൻ കുറയുമെന്ന് പറയും. So he has downgraded the GDP from 6.9% to 6.6%. സോ അതുകൊണ്ട് മാർക്കറ്റ് അതൊരു ചിയറപ്പായിട്ട് എടുക്കണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫ്യൂവൽ കോസ്റ്റിൻ്റെയും ഈ വാറിൻ്റെയും പ്രഷർ കാരണം ഇന്ത്യ ഈസ് ദ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ദ ഫ്യൂവൽ. സോ അതുകൊണ്ട് ഇൻഫ്ലേഷൻ കൂടുക ചെയ്യുക എന്നുള്ള അയാൾ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഓൾറെഡി ഇൻഫ്ലേഷൻ അത്രയും കൂടി. പക്ഷെ പുള്ളി പറയുന്നത് ഇപ്പോൾ 4.6% എന്ന് 2027 ഇൻഫ്ലേഷൻ പുള്ളി കാണുന്നത് 5.1% ആണ്. 5.1% ഇൻഫ്ലേഷൻ RBI ഗവർണർ പറയുന്നത് 2027 ഉണ്ടാവും. പക്ഷെ അയാൾ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ എത്ര തരുന്നത് 5.25%. സോ നിങ്ങൾക്ക് കറൻസി ബാങ്കിലിട്ടാൽ ഈ ഒരു കറൻസി ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കൂട്ടർ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിലായാലും ശരി, മറ്റുള്ള എല്ലാ ബാങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ അത്ര അവിടെ കൊടുക്കുക. അതേ മേക്ക് 5.25% അല്ലേ, അത്ര തന്നെ കിട്ടും എനിക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ. പിന്നെ ഉള്ള ബ്ലേഡ് കമ്പനികൾ കൊടുക്കണം. അതാണെങ്കിൽ ഹ്യൂജ് റിസ്ക് ആണ് ഷാഡോ ബാങ്കിങ് ചെയ്തത്. സോ അതുപോലെ കൊണ്ട് തന്നെ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞുകൊണ്ട് ദോസ് റിട്ടയർ പീപ്പിൾ ദേ മേ ഫേസ് എ സ്റ്റിഫ് ടൈം. സോ അതുപോലെ കുറേ പൈസ ബാങ്കിലിട്ട് കൂട്ടിരുക്കും. പിന്നെ ഇവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ദേ ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. പക്ഷേ ഈ ഗോൾഡിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാൻ വെച്ചാൽ ഇന്ന് ഗോൾഡിൻ്റെ ഒരു പുതിയൊരു റൂള് വന്നിട്ടുണ്ട്. ഈവൻ ETF ഗോൾഡ് ഇത്ര 10 ലക്ഷം റുപ്യ വരെ അവരിനി ആക്സെപ്റ്റ് ചെയ്യുമെന്ന് HDFC മ്യൂച്വൽ ഫണ്ടൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഗോൾഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2010 ഗോൾഡിൽ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത കൂട്ടർക്ക് ഇന്ന് അതിൻ്റെ കറണ്ട് വാല്യൂ 8.44 കോടിയാണ്. സോ അതിൻ്റെ റിട്ടേൺസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ടോട്ടൽ അബ്സല്യൂട്ട് റിട്ടേൺസ് കിട്ടിയ ഹ്യൂജ് റിട്ടേൺസ് ആണ്. CAGR കിട്ടിയത് 14.2% ഗോൾഡ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ്